പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രഭാത ചിന്താവചന പഠന പരമ്പരയിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാതത്തിൽ വീണ്ടും ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ കർത്താവ് നൽകിയ അവസരത്തിന് ഞാൻ വീണ്ടും കർത്താവിനെ സ്തുതിക്കുകയാണ്, കർത്താവിനെ വാഴ്ത്തുകയാണ്. ഓരോ പ്രഭാതങ്ങളും നമുക്ക് അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവത്തെ സന്തോഷത്തോടെ സ്തുതിക്കുവാനും സന്തോഷത്തോടെ ആരാധിക്കുവാനും ദൈവം നൽകുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. അതേ, കർത്താവിൻ്റെ സ്നേഹം വലിയതാണ്. യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ കരുതലുകൾ വലിയതാണ് എന്ന് നമുക്ക് വീണ്ടും തിരിച്ചറിയുവാൻ ഈ പ്രഭാതത്തിലും കർത്താവ് നൽകുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് താഴാം. വിനയത്തോടെ, സ്നേഹത്തോടെ, താഴ്മയോടെ, വിശുദ്ധിയോടെ ആ പാദപീഠത്തിൽ ഓരോ ദിനങ്ങളിലും അണയുവാൻ, ആ പാദപീഠത്തിൽ ഓരോ ദിനങ്ങളിലും വീഴുവാൻ സർവശക്തൻ നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ, പ്രത്യാശയോടുകൂടെ ജീവിക്കുവാൻ ഈ ഭൂമിയിലെ ഓരോ നിമിഷങ്ങളിലും പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നതായ നല്ല അവസരങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. ഈ ദിനങ്ങളിൽ നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവവചന ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവവചനത്തിലേറെ പ്രാധാന്യത അർഹിക്കുന്ന, ദൈവവചനത്തിലേറെ സവിശേഷതകൾ കൽപ്പിക്കുന്ന ഒരുപാട് ഭക്തന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ വളരെ പ്രാധാന്യതയോടെ, വളരെ ഗൗരവതയോടുകൂടെ കാണാൻ കഴിയുന്ന ഒരു ദൈവവചന ചിന്തയാണ് നാം ഈ ദിനങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഭൂസ്ദേശത്ത് ദൈവത്തിൻ്റെ ഭക്തനായി ജീവിച്ച, ഭൂസ്ദേശത്ത് ദൈവകൃപയിൽ നിറഞ്ഞ, ദൈവത്തിൻ്റെ കൈകളിൽ ഇണങ്ങിയ ആയുധമായി ഉപയോഗിക്കപ്പെട്ട ഭക്തനായ യോബിനെ കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, യോബിൻ്റെ ജീവിതം വളരെ വിശേഷതയുള്ളതായിരുന്നു. യോബിൻ്റെ ലൈഫ് ആരുടെയും ലൈഫിനെ ചലിപ്പിക്കുന്ന ഒരു ജീവിതമായിരുന്നു. തന്നിലൂടെ ദൈവം ചെയ്ത പ്രവൃത്തികൾ, തന്നിലൂടെ വെളിപ്പെട്ട ദൈവമഹത്വം, താൻ മുഖാന്തരം ലഭിക്കപ്പെട്ട ഉത്തേജനം, തന്നിലൂടെ പകർന്ന ദൈവമഹത്വം, തന്നിലൂടെ ചലിച്ച ദൈവ സാന്നിധ്യം, അത് വർണ്ണിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അതെ, ഇങ്ങനെ ഭക്തനായി ജീവിച്ച് ദൈവം അംഗീകരിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞ ഒരു മനുഷ്യൻ എത്ര സന്തോഷകരമാണ്, എത്ര പ്രത്യാശ നിറയുന്ന അനുഭവമാണ് ഭക്തനായ യോബിൻ്റെ ജീവിത ചരിത്രം. ആരെയും അതിശയിപ്പിക്കുന്ന, ഏതൊരു ജീവിതത്തിനും പ്രത്യാശ നൽകുന്ന, ഏതൊരു ജീവിതങ്ങൾക്കും സന്തോഷം പകരുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ദൈവഭക്തൻ. തൻ്റെ ജീവിതം ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി താൻ സമർപ്പിച്ചു. തനിക്കുണ്ടായ നഷ്ടങ്ങളുടെ നടുവിൽ, തനിക്കുണ്ടായ വേദനയുടെ നടുവിൽ, തനിക്കുണ്ടായ പ്രതികൂലങ്ങളുടെ നടുവിൽ ഒരു പരാതിയും പറയാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ പൂർണ്ണമായി പിൻപറ്റിക്കൊണ്ട് ജീവിക്കുവാൻ തൻ്റെ തലമുറയിൽ തനിക്ക് ദൈവം സഹായിച്ചു. ഒരുപാട് നഷ്ടങ്ങളുടെ ചരിത്രം തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒരു ദിവസം കൊണ്ട് തൻ്റെ ജീവിതത്തിലുണ്ടായ സകല നന്മകളും ഒറ്റ ദിവസത്തിൽ തന്നെ
തൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു. താനേറെ സ്നേഹിച്ച തൻ്റെ കുഞ്ഞുങ്ങൾ, തനിക്ക് ഒത്തിരി സന്തോഷത്തോടെ താൻ വളർത്തിയ തൻ്റെ ആടുമാടുകൾ, മൃഗസമ്പത്തുകൾ, താൻ നേടിയെടുത്ത സകലതും ഒറ്റ ദിവസം കൊണ്ട് ഈ ഭൂമിയിൽ നിന്നും തകർന്നടിഞ്ഞു. അപ്പോഴും ഒരു പരാതികൾ പോലും പറയാതെ, ഒരു പരാഭവങ്ങളും താൻ ദൈവസന്നിധിയിൽ ആരോപിക്കാതെ വിശ്വസ്തനായി നിന്ന ദൈവഭക്തൻ, താൻ പ്രാർത്ഥിച്ച, താൻ പറഞ്ഞ വാക്കുകൾ ഇവിടെ ശ്രദ്ധേയമാണ്. യഹോവ തന്നു, യഹോവ എടുത്തു. അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ, അവിടുത്തെ ധാമം ഉയർന്നിരിക്കട്ടെ എന്ന് പറഞ്ഞ് സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും വാക്കുകൾ പറഞ്ഞ് ഈ ഭൂമിയിൽ ജയത്തോട് ജീവിച്ച ആ ഭക്തൻ്റെ ചരിത്രം എത്ര വലുതാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പാഠമായി, നമുക്കൊരു മാതൃകയായി, നമുക്ക് പഠിക്കുവാൻ, വളരുവാൻ, നമുക്ക് പിൻപറ്റുവാൻ ഒരു നല്ല പാഠം, ഒരു നല്ല അവൻ വഴികാട്ടിയായി യോബ് എന്ന ഭക്തൻ മാറുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ നാം പഠിക്കുമ്പോൾ ഈ പ്രതിസന്ധിക്കകത്തൂടെ താൻ കടന്നുപോയി, ഈ പ്രതികൂലങ്ങൾക്കകത്തൂടെ താൻ സഞ്ചരിച്ചു, ഈ ശോധനകളുടെ കൊടുങ്കാറ്റിൻ്റെ തിരമാലയുടെ നടുവിലൂടെ താൻ യാത്ര ചെയ്തു. അവസാനം യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത് യോബിൻ്റെ മുൻകാലത്തെ അവൻ്റെ പിൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് ഇരട്ടിയായ നന്മകളെ ദൈവം കൊടുത്തു. അതേ പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, നിൽക്കാൻ കഴിയാത്ത ശോധനയുടെ നാളുകളിൽ തളർന്നു പോകാതെ ദൈവമുഖം അന്വേഷിച്ചുകൊണ്ട് ദൈവവഴികളിൽ തന്നെ നിൽക്കുവാൻ നമുക്ക് കഴിയുന്നു എങ്കിൽ നമ്മുടെ പിന്നീടുള്ള ജീവിതത്തെ ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റുന്നൊരു ദൈവം, ഏറ്റവും മാന്യതയുള്ളതാക്കി മാറ്റുന്നൊരു ദൈവത്തിൻ്റെ ചരിത്രമാണ് ഈ യോബിൻ്റെ പുസ്തകം മുഖാന്തരം നമുക്ക് നൽകിത്തരുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഒരു മേഖലകളിലും നാം പരാജയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വേണ്ടി സംരക്ഷണം തന്ന, നമ്മെ ജയത്തോടെ നടത്തുവാൻ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സകല നന്മകളും, സകല അനുഗ്രഹങ്ങളും, സകല വിടുതലുകളും പ്രാപിച്ചുകൊണ്ട് വിജയകരമായ സന്തോഷം നിറയുന്ന, സംതൃപ്തി നിറയുന്ന ആ ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് നമുക്ക് മാറാം. ആ ദൈവ സാന്നിധ്യം ഓരോ നിമിഷങ്ങളിലും വഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഏത് പ്രയാസവേളകളിലും, ഏത് വേദനയുടെ നാളുകളിലും, ഏത് നിരാശയുടെ നാളുകളിലും തളരാതെ, ഇടറാതെ, പതറാതെ അവിടുത്തെ പൊന്നുമുഖം നോക്കിക്കൊണ്ട് പ്രത്യാശയോടെ നമുക്ക് പറയാം, ഈ ദൈവം എൻ്റെ ദൈവം, എന്നെ ജീവപര്യന്തം അവൻ വഴി നടത്തും. ഈ കർത്താവ് എൻ്റെ ഇടയനാണ്. ഈ കർത്താവിനെ ഞാൻ വിട്ടുപിരിയത്തില്ല. ഈ കർത്താവിൻ്റെ നാമത്തെ ഞാൻ പ്രകീർത്തിക്കും. ഈ കർത്താവിൻ്റെ നാമത്തെ ഞാൻ എന്നും ഉയർത്തും എന്നുള്ള ആ ഉറച്ച തീരുമാനം നമ്മുടെ ലൈഫിനകത്തുണ്ടാകട്ടെ. ആ ഉറപ്പുള്ള ഒരു തീരുമാനം നമ്മുടെ ഉള്ളത്തിൽ നിന്നും ഉയർന്നു വരട്ടെ എന്ന് ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ദൈവവചന ചിന്തകൾ, ഈ ദൈവവചന ആലോചനകൾ നമ്മുടെ ജീവിതത്തിന് വലിയ ആശ്വാസവും കരുത്തും വിടുതലും ജയവും ഉറപ്പും ധൈര്യവും നൽകട്ടെ എന്ന് ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായും നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ജയത്തോടെ നടത്തും. ഏത് സാഹചര്യങ്ങൾ നിങ്ങൾക്കെതിരെ അലറുന്ന തിരമാലകൾ പോലെ അടിച്ചുയരുമ്പോഴും ഈ ഭക്തൻ്റെ ചരിത്രം നമ്മുടെ ഉള്ളിൽ ബലമായി മാറട്ടെ. തനിക്ക് നേരിട്ട പ്രതിസന്ധികൾ, തനിക്ക് വന്ന പ്രതികൂലങ്ങൾ, തനിക്കെതിരെ ആഞ്ഞടിച്ച കൊടുങ്കാറ്റുകളൊന്നും അവിടെ ഒന്നും താൻ പതറിയില്ല. അവിടെയെല്ലാം ഉറപ്പോടെ നിന്നു. ആ ദൈവമഹത്വം കാണുവാൻ തക്കവണ്ണം താൻ ഒരുക്കപ്പെട്ടൊരു മനസ്സിൻ്റെ ഉടമയായി മാറി. തനിക്ക് തുണയായി കൊടുത്ത തൻ്റെ തുണയാളി പോലും, കൂട്ടാളി പോലും തനിക്കെതിരെ സംസാരിച്ചപ്പോഴും ഒരു വാക്കുകൊണ്ട് പോലും പാപം ചെയ്യാതെ, ഒരു വാക്കുകൊണ്ട് പോലും പ്രതികരിക്കാതെ, അവിടെയും നന്മ മാത്രം പറഞ്ഞ്, അവിടെയും ശാന്തതയുടെ വാക്കുകളെ പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിക്കുവാൻ മാതൃക കാണിച്ച ദൈവഭക്തൻ്റെ ചരിത്രം നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്, നമ്മുടെ ആത്മീക ജീവിതത്തിന് ഒരു ബലമായി, ഒരനുഗ്രഹമായി മാറുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതേ, ഈ തിരുവചനങ്ങളെ നമുക്ക് മാറോട് ചേർത്ത് പിടിക്കാം. ഈ തിരുവചനങ്ങൾ നമുക്ക് ആശ്വാസമായി മാറട്ടെ. ഈ തിരുവചനങ്ങൾ നമ്മുടെ ഓരോ
ദിനത്തിലുമുള്ള ജീവിതയാത്രയുടെ ഓരോ മേഖലകളിലും നമുക്ക് കരുത്തും അഭിഷേകവും നമുക്ക് ചൈതന്യവും പകരുന്നതായി മാറട്ടെ. അതിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ തീരുമാനിക്കാം. ഇന്നത്തെ പ്രഭാതത്തിൽ ഈ പ്രഭാത ചിന്തകൾ നമ്മുടെയൊക്കെ ലൈഫിനകത്ത് വലിയ മാറ്റങ്ങൾക്ക്, വലിയ വിടുതലിന്, വലിയ ഉയർച്ചയ്ക്ക് കാരണമായി മാറട്ടെ. അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ തീരുമാനിക്കാം. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അതിനായി ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിക്കാം. പിതാവേ, അവിടുത്തെ വഴികളിൽ അവിടുത്തെ ഇഷ്ടങ്ങൾ മാത്രം അനുഭവിച്ച് ജീവിക്കുവാൻ, അവിടുത്തെ വഴികളിൽ എന്നും സന്തോഷത്തോടെ ജീവിക്കുവാൻ ഭക്തനായ യോബിൻ്റെ ജീവിതത്തെ അവിടുന്ന് ഞങ്ങൾക്ക് മാതൃകയായി കാട്ടിത്തന്നതുപോലെ ആ ഒരു ഭക്തൻ്റെ ജീവിതം അതേ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾക്കും ഭൂമിയിലുള്ള ഓരോ മനുഷ്യരുടെയും അനുഗ്രഹത്തിനും ഉയർച്ചയ്ക്കും നന്മയ്ക്കും കാരണമായി ഭവിച്ചതുപോലെ എൻ്റെയും ജീവിതത്തിന് എനിക്കൊരു വിജയമായി അനുഗ്രഹമായി മാറുവാൻ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ തീരുമാനിക്കുന്നു. ഞാൻ എന്നെ അതിനുവേണ്ടി ഏൽപ്പിക്കുന്നു കർത്താവേ എന്നുള്ള ആ നിറഞ്ഞ പ്രത്യാശയുള്ള പ്രാർത്ഥനാ ജീവിതം ഇന്ന് പകലിൽ നമുക്ക് ഒരുക്കിയെടുക്കാം. ആ പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഉടമകളായി നമുക്ക് ഓരോ ദിവസങ്ങളിലും മുന്നേറാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവപാദപീഠത്തിൽ നമ്മെ മുറ്റുമായി സമർപ്പിക്കാം. പ്രിയ കർത്താവേ, എന്നെ ഒരടയാളമാക്കി, ഒരത്ഭുതമാക്കി ഈ ഭൂമിയിൽ ഏറ്റവും അഭിമാനമുള്ള ഒരാളാക്കി മാറ്റണമെന്ന് നമുക്ക് ഹൃദയം തുറന്നൊന്നും പ്രാർത്ഥിക്കാം. ഇന്ന് പ്രഭാതത്തിൽ അതിനുവേണ്ടി ദൈവകരങ്ങളിലോട്ട് നമ്മെ ഏൽപ്പിച്ച് കർത്താവിനോട് നമുക്ക് പറയാം. കർത്താവേ, അവിടുത്തെ ഇഷ്ടപ്രകാരം അവിടുത്തെ സന്നിധിയിൽ ഒരു കളങ്കങ്ങളുമില്ലാതെ, ഒരു ആമേൻ സ്തോത്രം പരാതികളും പറയാതെ വിശ്വസ്തയോടെ അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കുവാൻ ഈ തലമുറയിൽ കർത്താവെ എൻ്റെ ജീവിതം അവിടുത്തെ മുമ്പാകെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ കർത്താവ് എന്നെ സഹായിക്കണമേ. അവിടുത്തെ കൃപയിൽ നിറഞ്ഞവളായി മാറാൻ ഓരോ ദിനങ്ങളിലും പരിശുദ്ധാത്മാവെനിക്ക് തുണയായി നിൽക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ആ പരിപാലനത്തിലും ആ നിറവിലും നിറഞ്ഞു വരുവാൻ അവിടുത്തെ ഇഷ്ടങ്ങൾ എന്നും അനുസരിച്ചു കൊണ്ട് മുന്നേറാൻ പരിശുദ്ധാത്മാവെ അങ്ങനെ സഹായിക്കണമെന്ന് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായി നമുക്ക് ദിവസത്തിൽ തീരുമാനിക്കാം. അവിടുത്തെ ശക്തിയും കൃപയും ബലവും അവിടുന്ന് എനിക്ക് തന്ന ഈ ഭൂമിയിൽ ഒരു ജയമായി അനുഗ്രഹമാക്കി എൻ്റെ ലൈഫ് മാറ്റണമേ എന്ന ദൈവസന്നിധിയിൽ നമുക്ക് തീരുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവസന്നിധിയിൽ നമ്മെ അതിനുവേണ്ടി വിട്ടുകൊടുക്കാം, അതിനുവേണ്ടി സമർപ്പിക്കാം. ഈ വചനങ്ങൾ നമുക്കെല്ലാവരും അനുഗ്രഹമായി, ആശ്വാസമായി, ബലമായി മാറട്ടെ എന്ന് ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ ദേശങ്ങളിൽ, നിങ്ങളുടെ ആമേൻ പ്രവർത്തന മേഖലകളിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവ് ധാരാളമായി പകരട്ടെ എന്ന് ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റട്ടെ. നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ദേശത്തെ, നിങ്ങളുടെ ഭവനത്തെ, നിങ്ങളുടെ പട്ടണത്തെ, നിങ്ങളുടെ സഭയെ ദൈവം ഒരു അനുഗ്രഹമായി തീർക്കട്ടെ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ വചനങ്ങൾ നിങ്ങൾക്ക് തന്ന് നിങ്ങളെ ഉറപ്പിക്കട്ടെ. പ്രത്യാശയോടെ മുന്നേറാം, ദൈവകൃപയിൽ ആശ്രയിക്കാം, ധൈര്യപ്പെടാം, വചനങ്ങളെ മുറുകെ പിടിക്കാം, തളരാതെ മുന്നേറാം. പരിശുദ്ധാത്മാവ് ഓരോ നിമിഷങ്ങളിലും നിങ്ങളുടെ മേൽ പരിവർത്തിക്കട്ടെ. വലിയ പരിവർത്തനങ്ങൾ, വലിയ രൂപാന്തരങ്ങൾ, വലിയ നന്മകൾ, വലിയ ഉയർച്ചകൾ പ്രാപിക്കുവാൻ, വലിയ അനുഗ്രഹത്തിൻ്റെ ഉടമകളായിട്ട് ഈ ഭൂമിയിൽ മാറുവാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ വിശ്വസ്തിയോടെ താഴ്മയോടെ ചെയ്തുകൊണ്ട് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ആ വിളിക്ക് യോഗ്യരായി മാറാൻ ഈ ഭൂമിയിൽ നമുക്ക് തീരുമാനിക്കാം. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. ഇന്ന് പ്രഭാതം ആ ഒരു വലിയ അനുഗ്രഹം നമ്മുടെ മേൽ കർത്താവ് ചൊരിയട്ടെ. അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. താങ്ക് യു ജീസസ്.